ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. ആർക്കും ഗുരുതര പരിക്കില്ല. സമീപത്തെ താൽക്കാലിക കടകളിൽ നാശനഷ്ടം സംഭവിച്ചു. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണ് ഇന്ന്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി പ്രകാശനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലാക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞ് അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ മറ്റാനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. ആനകൾ ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി പലർക്കും നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. ആർക്കും ഗുരുതര പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആനയെ പാപ്പാന്മാർ തന്നെ തളച്ചു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണ് ഇന്ന്. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം ഉണർത്തുന്നത്. ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് കർഷകർ. വിവിധ പഞ്ചായത്തുകളിൽ കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും മറ്റ് നമ്മുടേതായിട്ടുള്ള സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലേക്കെല്ലാം തന്നെ പോയത്. നാഗല്ലൂർ കഴിഞ്ഞു, പുത്തന്തറ കഴിഞ്ഞു, മാളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വരുമ്പോൾ വൈകിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. കർഷകരെ ആദരിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. ആരെയും ആദരിക്കുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒന്ന് എന്ന് ചോദിച്ചാൽ കർഷകരെ ആദരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ വരും. പലരും ഉത്തരം പറയും കർഷകരുടെ അന്നമാണ് എന്നുള്ളത്. കർഷകരുടെ അന്നം മാത്രമല്ല കർഷകരെന്ന് പറയുന്നത്. നമ്മുടെ അന്നമാണ് കർഷകരെന്ന് പറയുന്നത്. അതിലേറെ ഉപരിയായിട്ട് എന്നെയും നിങ്ങളെയും ഈ നാടുകളിൽ, അതിൽ നാട്, രാജ്യം, ലോകം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, മനുഷ്യരുണ്ട്, മറ്റ് ജീവജാലങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ റുബീന, അസിസ്റ്റന്റ് ഡയറക്ടർ ടീന സിമേന്തി പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ റുബീന, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, നബീസത്ത് ജലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MU ബിനിൽ, പ്രീജ സലീം, ജിജു മാടപ്പള്ളി, ലിസി സേവ്യർ, അമ്പിളി സജീവ്, നിത ജോഷി, സാബു പോൾ എടാട്ടുകാരൻ, ഉഷ ബാലൻ, ഷീന ബിജുകുമാർ, സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന വായു മലിനീകരണത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ മറ്റിതര മാലിന്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ന് രാജ്യത്തുണ്ടായിരിക്കുന്ന മലിനീകരണം നമ്മുടെ സമൂഹത്തെ എത്രത്തോളം വിഷമഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരും ജീവജാലങ്ങളും എത്രയും അപകടകരമായിട്ടുള്ള രീതിയിലായിട്ടാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് മനുഷ്യരാഷ്ട്ര ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ളവരുടെ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് കർഷക പഠന ക്ലാസ് നയിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ടീന സിമേന്തി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷ ജോളി സജീവ്, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ രഞ്ജിത്ത്, വർഗീസ് കാഞ്ഞൂത്തറ, റഹ്മത്ത് ചൊവ്വര, എം.ബി. സുരേഷ് എന്നിവർ സംസാരിച്ചു. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക്, തിരുമുക്കുളം ഐരാണിക്കുളം സഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ആരെയും ആദരിക്കുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷകരവും മൂല്യവത്വമായിട്ടുള്ള ഒരു വേദി എന്ന് പറയുന്നത് അത് കർഷകരെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ്. കർഷകൻ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകരുടെ അന്നം മാത്രമല്ല, നമ്മുടെ അന്നം കൂടിയാണ്. അതിലേറെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കർഷകനില്ലെങ്കിൽ ഈ നാടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് കർഷകനാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്നത് വേറെ ആരുമല്ല, അത് കർഷകനാണ്. ശുദ്ധമായിട്ടുള്ള ജലസംഭരണി നമുക്ക് നൽകുന്നത് കർഷകനാണ്. ശുദ്ധമായിട്ടുള്ള വായു നമുക്ക് നൽകുന്നത് കർഷകനാണ്. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം നമുക്ക് നൽകുന്നത് കർഷകനാണ്. ശുദ്ധമായിട്ടുള്ള ആരോഗ്യം നമുക്ക് നൽകുന്നത്. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി.എ. ശിവൻ അധ്യക്ഷനായി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് കൃഷി ഓഫീസർ പി.വി. സുഗതൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും കൃഷിഭവൻ മുഖേന തിരഞ്ഞെടുത്ത മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ, കുഴൂർ പഞ്ചായത്ത് അംഗം സേതുമോൻ ചിറ്റേത്ത്, കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പാറാശ്ശേരി, തിരുമുക്കുളം ഐരാണിക്കുളം സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് നന്ദിത വിനോദ് എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടത്തിയ കർഷക ദിനാചരണം ചാലക്കുടി എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷക പ്രതിഭകളെ അനുമോദിച്ചു. കൃഷി ഓഫീസർ ജെ നയൻതാര, വൈസ് പ്രസിഡന്റ് കെ.ജി. രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി.കെ. മുകുന്ദൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സി.ഡി. സിബി, ടി.കെ. പത്മനാഭൻ, പ്രനീല ഗിരീശൻ, പാടശേഖര സമിതി പ്രസിഡന്റ് കെ.വി. സുബ്രഹ്മണ്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ എ.ആർ. രാജേശ്വരി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ.ആർ. ജയ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഒട്ടേറെ സവിശേഷതകളുമായി കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് വി.കെ. ശ്രീധരൻ അധ്യക്ഷനായി. ഇന്ന് ഈ പറഞ്ഞ ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്ലാസ് റൂമുകൾ തന്നെയാണ്. കാരണം കുട്ടികൾക്കാണ് കൂടുതൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ വിവരമുണ്ടാവുക. കാരണം ഈ പുതിയ ടെക്നോളജി വെച്ചിട്ട് അവര് ആർജിക്കുന്ന ഇൻഫർമേഷൻ, അറിവേക്കുള്ള ഇൻഫർമേഷൻ, വിവരം എന്നുള്ളത് വിജ്ഞാനം, അവർ വിവരം എന്നുള്ളത് പലപ്പോഴും അധ്യാപകർക്ക് കൊടുക്കുന്നൊരു കാര്യമാണ്. എന്ത് പറഞ്ഞാലാണ് ആ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെക്കാൾ തിരിച്ചൊരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ പറ്റാത്തൊരു സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ വന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനൊരു കലണ്ടർ ഇറക്കുന്നതിൻ്റെ അവസ്ഥയിൽ ഭാഷയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. ചിത്രകാരി സ്മിജ വിജയൻ, നാടൻപാട്ട് കലാകാരി മിനി പ്രദീപ് കരിന്തലക്കൂട്ടം, ചലച്ചിത്ര നാടക പ്രവർത്തകൻ ശ്യാം കാർഗോസ്, പരിസ്ഥിതി പ്രവർത്തകൻ എസ്.പി. രവി, ഗായിക സ്വാതി സുധീർ, ദളിത് ആക്ടിവിസ്റ്റ് പി.സി. മോഹനൻ എന്നിവർ കലണ്ടറിന്റെ കോപ്പികൾ ഏറ്റുവാങ്ങി. വടക്കേടത്ത് പത്മനാഭൻ, വി.ആർ. മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു. സാഹിത്യ, കല, സാംസ്കാരിക, സാമൂഹിക, പാരിസ്ഥിതിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാന സംഭവങ്ങളും പ്രമുഖരുടെ ഓർമ്മദിനങ്ങളും ചിത്രങ്ങളും അടയാളപ്പെടുത്തിയതാണ് കലണ്ടർ. ഒപ്പം ലോക ചരിത്രത്തിലെയും ഇന്ത്യ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും പ്രധാന സംഭവങ്ങളും അവധി ദിനങ്ങളും വിശേഷ ദിനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിങ്ങം 1 2025 ഓഗസ്റ്റ് 17 മുതൽ കർക്കടകം 31 2026 ആഗസ്റ്റ് 16 വരെ 12 മാസത്തെ മലയാളം അക്കങ്ങൾക്ക് സമാനമായ റോമൻ അറബിക് അക്കങ്ങളും പുതുവർഷ തീയതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ക്ലീൻ കൊടകര മാലിന്യമുക്ത കൊടകരയുടെ ഭാഗമായി പഞ്ചായത്തിലെ 19 വാർഡുകളും മത്സരാധിഷ്ഠിതമായി മാലിന്യമുക്ത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കൊടകര പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത
10 ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ CA റെക്സ്, TB പ്രജിത്ത്, KG രജീഷ് എന്നീ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ശുചിത്വഗ്രാം അവാർഡുകൾ സമ്മാനിച്ചു. 19 വാർഡുകളിലെയും ഹരിതസേനാംഗങ്ങളെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും കലക്ടർ ആദരിച്ചു. മനകുളങ്ങര EL പാപ്പച്ചൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം, ഗ്രാമീണ വായനശാല, വനിതാ ഫിറ്റ്നസ് സെന്റർ, ADS ഓഫീസ് എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI ഇരിഞ്ഞാലക്കുടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ ചാലക്കുടി സബ് ഡിവിഷനിലെ റെജിമോൻ NS, തമ്പി KV, ജോയ് KA, ഷിബു VP, ജിജോ VJ, ഷീബ PN എന്നിവരെ ആദരിച്ചു. ആദരണ സമ്മേളനം ചാലക്കുടി DYSP ബിജുകുമാർ PC ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഡിബിൻ അമ്പൂക്കൻ അധ്യക്ഷത വഹിച്ചു. DYSPമാരിൽ സീനിയർ ഗ്രേഡിന്റെ ഭാഗമായി അശോക സ്തംഭം ലഭിച്ച ചാലക്കുടി DYSP ബിജുകുമാർ PCയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലിയോപോൾ, ടെൽസൺ കോട്ടോളി, ഡയസ് കാരാത്രക്കാരൻ, സോണി സേവ്യർ, ഷാൻഡോ വിസ്മയ, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, DYSP സ്റ്റേഷൻ റൈറ്റർ MD പോളി എന്നിവർ പ്രസംഗിച്ചു. പൂവത്തുശ്ശേരി പാലുപ്പുഴ ചേന്താപുരം വാമന ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ മാസാചരണം സമാപിച്ചു. സമാപന ദിവസം നടന്ന ഭഗവതി സേവാ ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തിമാരായ അഡ്വക്കേറ്റ് OD ബാലചന്ദ്രൻ, ശ്രീഹരി ബാലചന്ദ്രൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. രാമായണ പാരായണത്തിൽ പങ്കെടുത്ത ഗീതാ ഗോപി, ഷീജ സുധാകരൻ, കൃഷ്ണ രാജീവൻ, രമ പ്രഭാകരൻ, അമ്പിളി സുരേന്ദ്രൻ എന്നിവർക്കും ക്ഷേത്രം നടത്തിപ്പുകാരായ രാജേശ്വരി KA, രഞ്ജീവ് എന്നിവർക്കും സമിതി രക്ഷാധികാരി മനോഹരൻ, പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ പുരസ്കാരങ്ങൾ നൽകി. ചാറ്റാർജി, ഷാബു, ഷാജി, അനില, ലലന, പത്മാവതി, മധു മാധവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മടത്തുംപടി ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. MV ശ്രീദേവി സ്വാമി ഭദ്രദീപം തെളിയിച്ചു. സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന് മാത്രമല്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിലും അദ്ദേഹത്തിന്റെ ആ വലിയ കാഴ്ചപ്പാടിലും വിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിച്ച് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു. ഇനി അവിടെ ഒരു നല്ല ഒരു ആസ്ഥാന മന്ദിരം, അതും കൊടുങ്ങല്ലൂർ യൂണിയന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി തന്നെ പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള നല്ല ഒരു ബഹുനില കെട്ടിടം പണിതുകൊണ്ട് ഈ ശാഖ ഈ കൊടുങ്ങല്ലൂർ യൂണിയന്റെ ഒരു എന്താ പറയാ ശക്തിയുക്തമായ ഒരു ശാഖയായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ഈ കൊടുങ്ങല്ലൂർ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ശാഖ പ്രസിഡന്റ് M ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. PM സുബ്രഹ്മണ്യൻ, N മനോജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ഗുരുസ്വാമിമാരെ ആദരിക്കൽ, റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിസ്മയ സുനിൽ, 70 വയസ്സ് കഴിഞ്ഞ സംഘം അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി വിവേചനത്തിനും സ്ത്രീവിരുദ്ധ പരാമർശത്തിനും എതിരെ സാംബവ മഹാസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TS സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ, PM സുരേഷ്, ജില്ലാ സെക്രട്ടറി PS ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് KC സുരേഷ്, കലാഭവൻ ജയൻ, VV ബാബു, MK ദിനേശൻ, KT സജി, NC സുധീർ, നവീൻ ഇരിഞ്ഞാലക്കുട, സുധാകരൻ മാള, KV അജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. ആർക്കും ഗുരുതര പരിക്കില്ല. സമീപത്തെ താൽക്കാലിക കടകളിൽ നാശനഷ്ടം സംഭവിച്ചു. ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം. കർഷക ദിനവും മലയാള വർഷാരംഭവും കൂടിയാണ് ഇന്ന്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കൊല്ലവർഷം 1201 ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.